വീണ്ടും ഒരു കോളേജ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ സൂരജ് എന്ന് പറഞ്ഞ ഒരു കോളേജ് വിദ്യാർത്ഥി അയാളുടെ സുഹൃത്തുക്കളായ കോളേജ് വിദ്യാർത്ഥികളെല്ലാം പാലക്കോട് വയലിലെ അമ്പലത്തിലെ ഒരു ഉത്സവത്തെ സമയത്ത് അവരിവനെ തട്ടിക്കൊണ്ടുപോയി, സൂരജിനെ കൊണ്ടുപോയി തല്ലിക്കൊന്നു എന്നാണ് വരുന്ന വാർത്ത. നമുക്ക് അറിയാമല്ലോ മുഹമ്മദ് ഷഹബാസിനെ കൊന്നത് എങ്ങനെയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ അവർ താമരശ്ശേരിക്കടുത്ത് അവിടെ സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിൽ കൊല്ലപ്പെട്ട വാർത്ത നമുക്കറിയാം. ആ കുട്ടികൾക്ക് ജാമ്യമില്ലാതെ 6 കുട്ടികൾ ഇപ്പം ജയിലിലാണ്. അവരെ ഇപ്പം ലോവർ കോടതിയിൽ അവർ ജാമ്യത്തിന് ശ്രമിച്ചു. ആ കുട്ടികൾക്ക് ജാമ്യം കിട്ടിയില്ല. ഇപ്പം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അവരെ ജാമ്യം നിഷേധിച്ചു. കുട്ടികളാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. 15-16 വയസ്സ് കഴിഞ്ഞാൽ വലിയവരെ പോലെ തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം കുട്ടികളെന്നുള്ള കവറിൽ രക്ഷപ്പെടാവുന്ന ആ കുട്ടികളും കരുതരുത്, അവരുടെ മാതാപിതാക്കളും കരുതരുത്. കാരണം വിദ്യാർത്ഥി സംഘർഷത്തിനിടയിലാണ് ഷഹബാസ് കൊല്ലപ്പെട്ടത്. അത് 2 സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 2 വിഭാഗം വിദ്യാർത്ഥികൾ, അത് താമരശ്ശേരി കോരക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അവർ കോഴിക്കോട് അതിനടുത്ത് തന്നെയുള്ള മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ട്യൂഷൻ സെൻ്ററിലുള്ള തല്ലിപ്പൊളി വഴക്കാണ് ആ സംഘർഷത്തിൽ വന്നത്. ഏതായാലും 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ടു. അതേ രീതിയിലാണ് ചേരാവൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ സംഭവം ഉണ്ടായിരിക്കുന്നത്. കോളേജിൽ 2 കുട്ടികൾ തമ്മിൽ പ്രശ്നമുണ്ടായി. അതിലൊരു കുട്ടിയുടെ ഭാഗത്ത് സൂരജ് അവനെ രക്ഷപ്പെടുത്താനായിട്ട് ചെന്നു. അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പം പാലക്കോട് ചേവായൂർ പോലീസ് അതിർത്തിയുള്ള പാലക്കോട് വയലില്ല അമ്പലത്തിൻ്റെ അവിടെ ഉത്സവ സമയത്ത് ആ കുട്ടിയെ മറ്റു 3-4 വിദ്യാർത്ഥികൾ അവൻ്റെ സഹായികളും എല്ലാം കൂടെ ചേർത്ത് തട്ടിക്കൊണ്ടുപോയി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോയി ഇവനെ ശരിക്ക് തല്ലി അവനെ കൊലപ്പെടുത്തി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേവായൂർ പോലീസ് ഇപ്പം 2 വിദ്യാർത്ഥികളെയും അവരുടെ ഒരു പിതാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. ഏതായാലും ഈ പയ്യനെ സൂരജിനെ കൊലപ്പെടുത്തിയതറിഞ്ഞ് അതിൻ്റെ ബന്ധുക്കളും അയാളോട് ചേർന്ന് അവരുടെ സഹപാഠികളും എല്ലാവരും കൂടി തല്ലിക്കൊന്ന ആ വിദ്യാർത്ഥികളുടെ 3 പേരുടെ വീട് ആക്രമിച്ചു. വീട് മുഴുവൻ ആക്രമിക്കുക മാത്രമല്ല, ആ വീടിന് മുൻപിലുള്ള വാഹനങ്ങളെല്ലാം അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. കാരണം അവരുടെ രോഷം അവർ പ്രകടിപ്പിച്ചു. ആ പ്രതികളായി നിൽക്കുന്ന 3 പേരുടെ വീട് അടിച്ചു തകർക്കുകയും ചെയ്തു. അതിനെതിരായി ചേവായൂർ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10-15 ആൾക്കാർ ഇപ്പം കസ്റ്റഡിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു. നമുക്ക് തുടർച്ചയായി നമ്മുടെ കുട്ടികൾ മൈനറായ 18 വയസ്സിനകത്തുള്ള പല കുട്ടികളും കൊല്ലപ്പെടുന്നത് കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ആണ് ഇത് സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാം. ഇവിടെ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. കുട്ടികളെല്ലാം ഉപയോഗിക്കുന്നുമുണ്ട്. അതിനുശേഷം അവരുടെ ചിന്തകൾ മാറി വയലൻസിലേക്ക് പോകുന്ന കാഴ്ചയാണ്. നമുക്ക് മുഹമ്മദ് ഷഹബാസിൻ്റെ അത് ടിപ്പിക്കലായ ഒരു കേസ് തന്നെയാണ്. ഏതായാലും അതിൽ അവർക്ക് ജാമ്യം കിട്ടാതെ അകത്ത് കിടന്നത് നല്ല കാര്യം. ഇപ്പം ചേവായൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്നത് 2-3 പേര് കസ്റ്റഡിയിലുണ്ട്. എങ്കിലും ആ സൂരജിനെ തല്ലിക്കൊന്ന വിദ്യാർത്ഥികളും അവരോട് ചേർന്ന ഒരു 10-15 വിദ്യാർത്ഥികളും ഉണ്ട്. എല്ലാവരെയും ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണെന്ന് കണ്ടോണം. ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കണം. മൈനറാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചോണം. അങ്ങനെ പലരും ചിന്തിക്കുന്നുണ്ട്. അവിടുത്തെ ഷഹബാസിൻ്റെ സമയത്ത് പലരും പറഞ്ഞ് ആൾക്കൂട്ടം ഒരാളെ തല്ലിക്കൊന്നാലേ അതിന് വലിയ കേസൊന്നും വരത്തില്ലടാ എന്നുള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. അല്പമായ അറിവ് വെച്ചിട്ടുള്ള പറച്ചിലാണത്. അതുകൊണ്ട് മൈനറായ കുട്ടികൾ വിചാരിക്കും ഞങ്ങൾക്ക് ജാമ്യം കിട്ടും, പ്രശ്നമില്ല, കോടതി ക്ഷമിക്കും. ഒന്നും ക്ഷമിക്കില്ല. ഒരാളുടെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കാലാകാലത്തോളം ജയിലിൽ കിടക്കേണ്ടി വരും. അന്ന് ചിന്തിച്ചോണം. കാരണം 15-16 വയസ്സിലെത്തിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജറിൻ്റെ സ്വഭാവം തന്നെ നിങ്ങൾ കാണിച്ചാൽ കോടതിയും ആ രീതി തന്നെ കാണിക്കേണ്ടി വരും. കാരണം 16 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ളവർ ഇങ്ങനെയുള്ള മർഡർ കേസ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അത് നിയമങ്ങൾ മാറാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കാരണം അവരും ജയിലിൽ പോകും. അതുകൊണ്ട് പക്വതയോടെ വളരുക. അത് മാതാപിതാക്കളെ സാറന്മാരെയും അനുസരിച്ച് വളരുക. കാരണം ഇതുപോലെയുള്ള വയലൻസ് ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിൽ പോകുന്ന മാത്രമല്ല, നിങ്ങളുടെ ആ കുടുംബം നശിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ് ഇതിലൊക്കെ ചെന്ന് ചാടുന്നത്. അത് ഇപ്പോഴത്തെ സിനിമയുടെയും കഞ്ചാവിൻ്റെയും ഒരു സ്വാധീനം എല്ലാ
കുട്ടികളിലും വന്നു കഴിഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.